അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ജാർഖണ്ഡിലെ കൊഡുർമ ജില്ലയിലെത്തിയിട്ടാണ്. അങ്ങനെ അവിടെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇനി 2-3 സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. സ്ഥലം കാണാൻ പോകുന്നത് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്ഥലം തരാമെന്ന് ഏറ്റവരുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ പോയി കാണണം, എന്നാലേ നമുക്കവിടെ സ്ഥാപനം കയറ്റാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയുള്ളല്ലോ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു സ്ഥാപനത്തിന് സ്ഥലം ഏറ്റെടുക്കുമ്പം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനിറങ്ങുകയാണ്. അങ്ങനെ പോകുമ്പം ഒരു ഇടുങ്ങിയ ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ വൈക്കോലിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാവും. വൈക്കോൽ കൂമ്പാരങ്ങളും ചെറിയ ചെറിയ വീടുകളും ഇടുങ്ങിയ വഴികളും ഇങ്ങനെയൊക്കെ കടന്നിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. കേരളത്തിലാണ് വീട് കയറ്റാൻ സ്ഥലമില്ലാത്തതൊക്കെ. അവിടെയൊക്കെ ഒഴിഞ്ഞ പറമ്പുകൾ അനേകമുണ്ട്. അങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പിലൂടെ അങ്ങനെ കയറി ചുറ്റുഭാഗത്തും കൃഷിയുടെ ബാക്കിയിരിപ്പുകൾ, നെല്ല് കൊയ്തതിൻ്റെ അടയാളങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് യാത്ര മുന്നോട്ട് പോയി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ചെന്ന് ഇവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ, സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമോ, സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടേക്ക് വാഹന സൗകര്യങ്ങൾ എത്തുമോ, സ്കൂൾ ബസ്, അതുപോലെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വാഹനം കൊണ്ടുവരാൻ പറ്റുമോ, ബിൽഡിംഗ് വർക്കിന് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ഥാപനത്തിന് സ്ഥലം എടുക്കുന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ വിലയിരുത്തി ഉസ്താദ് അവൻ്റെ നേതൃത്വത്തിൽ അവിടെ കണ്ട് അവിടെ ഞങ്ങൾ തിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് തിരിച്ച് മറ്റൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. ആ സ്ഥലത്ത് കടുക് പാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന് അപ്പുറത്ത് ഇഷ്ടം പോലെ കടുക് പാടങ്ങളാണ്. ഈ കടുക് പാടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം, തേനീച്ചകൾ അധികരിക്കും. കടുകിൻ്റെ ആ ചെടി പൂക്കുമ്പം തേനീച്ചകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ത്വയ്ബ ഗാർഡൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കടുക് പാടമുണ്ട്. ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ത്വയ്ബ ഗാർഡൻ്റെ ബിൽഡിങ്ങിൻ്റെ കോണിലൊക്കെ തേനീച്ച കൂടുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് പോയി അവിടെ പോയി കണ്ടപ്പോൾ ആ സ്ഥലത്ത് തന്നെ എന്തുണ്ടെന്നോ, തേനീച്ചയുടെ ഒഴിഞ്ഞ പലക അവിടെ ഉണ്ട്. അങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ട് അതിന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇരിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാർഖണ്ഡിലേക്ക് കടന്നപ്പം ഭൂമിയിൽ തന്നെ, മണ്ണിൽ തന്നെ വ്യത്യാസമുണ്ട്, മൈക്കയുടെ അംശം കൂടിയ സ്ഥലമാണ് ഇവിടെ എന്നൊക്കെ. ആ ഒരു മൈക്കയുടെ അംശങ്ങൾ 3-ാമത്തെ സ്ഥലത്തെത്തിയപ്പം കണ്ടു. നിലത്ത് തന്നെ ആ മൈക്കയുടെ പാളികൾ ഇങ്ങനെ കാണാം. ഉസ്താദ് ആ പാളികൾ, ചെറിയ ചെറിയ പാളികൾ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വിമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈക്കയുടെ അംശമാണ് ഇവിടെ ഉള്ളത്. ഇത് വലിയ പാളികളായിട്ട് ഈ ഭൂമിയിൽ നിന്ന് എടുക്കാൻ കഴിയും. അങ്ങനത്തെ പാളികൾ എടുത്ത് വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല വിലപിടിപ്പുള്ള സാധനമാണ്. അത് നിലത്ത്, അതിൻ്റെ ചെറിയ ചെറിയ പൊട്ടുകൾ ഇഷ്ടം പോലെ നിലത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയി. അവിടെ തന്നെ നമ്മുടെ ഈ സഖാഫിയുടെ കുടുംബപരമായ ഒരു കട്ടക്കമ്പനി ഉണ്ട്. അതിനപ്പുറത്താണ് നമ്മൾ പോയി നോക്കുന്ന സ്ഥലം. ആ കട്ടക്കമ്പനിയിലൂടെ അങ്ങനെ പോകണം. അവിടെ ചെന്നപ്പം ഒരുപാട് ജോലിക്കാർ കട്ട ഉണ്ടാക്കുന്നുണ്ട്. മണ്ണൊക്കെ കുഴച്ച് ഒരു കട്ടയുടെ ആകൃതിയിലുള്ള ഒരു അച്ചിലിട്ട് അത് അതിൻ്റെ മുകളിൽ പൊടിയിട്ട് അത് അടിച്ച് ഇങ്ങനെ കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രൂപം അവിടെ ചെന്നാൽ ശരിക്കും മനസ്സിലാവും. ആ ഒരു കട്ട ഉണ്ടാക്കുന്ന ആൾക്ക് ഞാനവിടെ വന്നിടുന്നോ വീഡിയോ എടുക്കണ്ടെന്നോ ഒന്നും ശ്രദ്ധയില്ല. അദ്ദേഹം ആ കട്ട ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മെഷീൻ പോലെ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ അപ്പുറത്ത് ആ സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. ആ സ്ഥലം കാണാൻ അതിനപ്പുറത്ത് തന്നെ കൽക്കരി ഇഷ്ടം പോലെ കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയിട്ടുണ്ട്. ഈ കൽക്കരി കത്തിച്ചിട്ടാണ് ഈ കട്ട ചുടുക. ഇങ്ങനെ കട്ട ഉണ്ടാക്കിയത് ഉറപ്പിന് വേണ്ടി ചുടണമല്ലോ. അപ്പോൾ ഈ കൽക്കരി കത്തിച്ചിട്ടാണ് ഈ കട്ടകൾ ചുടാറുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടു. സ്ഥലം പോയി നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അവിടെ നേരെ തിരിച്ച് ഞങ്ങൾ വരുന്നത് സഖാഫിയുടെ വീട്ടിലേക്കാണ്. അപ്പം ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. അപ്പം അതിന് മുന്നേ സഖാഫിയുടെ വീടിന് ചുറ്റുഭാഗത്തും നല്ല കൃഷികളുണ്ട്. ആ കൃഷികളൊക്കെ ഒന്ന് കാണാം എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ മുറ്റത്തിറങ്ങിയിട്ട് അവിടെ മല്ലി കൃഷിയുണ്ട്, കടുകിൻ്റെ കൃഷിയുണ്ട്, കടല കൃഷിയുണ്ട്, ഉള്ളി കൃഷിയുണ്ട്,
അതുപോലെ തന്നെ വെള്ള ക്യാരറ്റ് ഉണ്ട് അവിടെ. ഈ ക്യാരറ്റൊക്കെയാണ് അവിടുത്തെ സലാഡിൽ, ഈ വെള്ള ക്യാരറ്റ് അവിടുത്തെ ബിരിയാണിയിൽ സലാഡിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ കഴിയും. അങ്ങനത്തെ ക്യാരറ്റുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കൃഷികൾ, ആ കൃഷിയിലേക്കുള്ള ജലസേചനം കൊടുക്കുന്ന കാഴ്ചകൾ, ഇങ്ങനെയൊക്കെ രസകരമായിട്ട് പഴയ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാൻ കഴിയും. വ്യത്യസ്ത ഇനം കടലകൾ അവിടെ ഉണ്ട്. കളറിലായിട്ടും ടേസ്റ്റിലായിട്ടും വ്യത്യസ്ത ഇനം കടലുകൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ ആ കൃഷികളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ സഖാഫിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. നല്ല രസമുള്ള ബിരിയാണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് SSFൻ്റെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ഉസ്താദിന് പ്രസംഗിക്കാനുണ്ട്. അങ്ങനെ ആ SSFൻ്റെ ക്യാമ്പിലേക്ക്, അത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലത്താണ്. ഒരു പള്ളിയും അതിനോടനുബന്ധിച്ചൊരു മദ്രസയുണ്ട്. നമ്മുടെ നാട്ടിൽ മദ്രസ എന്ന് പറയും, അവിടെ അതിന് മക്തബ എന്നാണ് പറയുക. അവിടെയൊക്കെ മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ കോളേജുകൾക്കാണ്, ദാവ കോളേജ്, ഇങ്ങനത്തെ വലിയ വലിയ കോളേജുകൾക്കാണ് അവിടെ മദ്രസ എന്ന് പറയുക. നമ്മുടെ നാട്ടിലെ മദ്രസയ്ക്ക് അവിടെ പറയുന്നത് മക്തബ എന്നാണ്. അപ്പോൾ ആ മക്തബയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഉസ്താദ് അവിടെ കയറി, വലിയ സ്വീകരണം കിട്ടി. ഉസ്താദ് പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നതിന് മുന്നേ ഉസ്താദ് പള്ളിയിൽ കയറിയിട്ട് ഉസ്താദിൻ്റെ നിസ്കാരങ്ങളും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഉസ്താദ് പ്രസംഗിക്കുന്നതിൻ്റെ സമയത്ത് ഈ പള്ളിയിൽ കയറി. ഇത് വളരെ പഴയൊരു പള്ളിയായിട്ട് തോന്നും. ഇതിൻ്റെ വാതിലും അതിൻ്റെ ജനവാതിലൊക്കെ കണ്ടാൽ അത്യാവശ്യം പഴക്കമുള്ളൊരു പള്ളിയായിട്ട് തോന്നും. എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു പള്ളിയും കൂടിയാണ്. സാധാരണഗതിയിൽ ഇവിടെ കണ്ടുവരുന്ന പള്ളിയേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പള്ളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പള്ളിയിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട്. അവിടെ കയറിയിട്ട് ളുഹ്റും അസ്റും നിസ്കരിച്ചു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു കസാല പുറത്ത് വെച്ചിട്ടുണ്ട്. പരിപാടിൻ്റെ ഒരു മദ്രസ ഹാളിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ പുറത്തുള്ള ചെയറിൽ പോയി ഇരുന്ന്, അപ്പം അവിടെയുള്ള തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ എൻ്റെ ക്യാമറ കണ്ടിട്ട് എടുത്തു വരികയാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് കൊൽക്കത്തയിലേക്കാണ്. അത്യാവശ്യം ദൂരമുള്ള യാത്രയാണ്. ഇപ്പം ഇവിടുന്ന് പുറപ്പെടുന്നത് അസറിൻ്റെ തൊട്ട് മുന്നെയാണ്. പ്രസംഗം കഴിഞ്ഞ് അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കൊൽക്കത്തയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം രാത്രി നല്ല സമയമാവും. പുലർച്ചെ സമയത്തേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ഇടുങ്ങിയ റോഡുകളാണ്, അതിലുപരി ബ്ലോക്കുകളാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് യാത്ര. അങ്ങനെ കൊൽക്കത്തയിൽ എത്തുന്ന കാഴ്ചകളും കൊൽക്കത്തയുടെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.